ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ 18ാമത്തെ ദിവസമാണ്. അപ്പോൾ 17 ദിവസവും നന്നായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്നതാ 18ാമത്തെ ദിവസവും വീണ്ടും നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. 17 ദിവസത്തെ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എളുപ്പം പോയി ജോമാസ് വേൾഡിൽ ആ ക്രിസ്മസ് സീരീസ് വീഡിയോസ് എല്ലാം ഫുള്ള് പോയി കാണണം. സൂപ്പർ വീഡിയോസ് ആണ്. പിന്നെ നമ്മുടെ വൈൻ്റെ കാര്യം എടുത്തു പറയട്ടെ. ബീട്രൂട്ട് വൈന് ഞാൻ ഓർത്ത് ക്രിസ്മസിന് പോലും എടുക്കാൻ പറ്റത്തില്ലെന്ന്, ന്യൂ ഇയറും കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. പക്ഷേ ഇല്ലേ, അതൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേ ഉണ്ടല്ലോ നല്ല സൂപ്പറായി. ഇപ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഗോതമ്പിൻ്റെ ആ ഒരു ഗോതമ്പ് ഇടുമ്പോഴത്തേക്കിന് അങ്ങനെ നമ്മൾ ഈസ്റ്റൊന്നും അങ്ങനെ ചേർക്കത്തില്ല, അരിമോദം ഇടുമല്ലോ. പിന്നെ സൂപ്പറായിട്ടോ, എല്ലാവരും അത് ഉണ്ടാക്കണം. നമ്മുടെ ബീട്രൂട്ട് വൈൻ കാണാത്തൊരു ക്രിസ്മസ് സീരീസിൻ്റെ 1ാമത്തെ ദിവസം ബീട്രൂട്ട് വൈൻ ആയിരുന്നു തോന്നുന്നു, 2ാമത്തെ ദിവസം എല്ലാവരും അത് പോയി കാണണം കേട്ടോ. സൂപ്പർ അടിപൊളി, എളുപ്പം ഉണ്ടാക്കിക്കോ. അതൊന്ന് വേവിച്ചിട്ട് ബീട്രൂട്ട് ഇടുവാണെങ്കിൽ 3 ദിവസം ഉണ്ടാവും. ഇന്നിപ്പോൾ 19-ാം തീയതി അല്ലേ, അപ്പം 19, 20, 21, 22, 23, 24, 25-ാം തീയതി ക്രിസ്മസിന് എടുക്കാം. സൂപ്പറായിട്ട്. അതുപോലെ ഞാൻ ഉണ്ടാക്കിയ പ്ലം കേക്ക്, അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് പ്ലം കേക്കും വൈനും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. ഇപ്രാവശ്യം ആരും പൈസ കളയണ്ട കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ക്രിസ്മസ് സീരീസിന് പറ്റുന്ന ഒരു നമ്മുടെ സ്നാക്കാണ്. പിന്നെ നമ്മളെല്ലാം ക്രിസ്മസിൻ്റെ സീസണിലെ ഫുഡാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് എനിക്ക് ആരൻ്റെ സ്കൂളിൽ പോണേ. ഇപ്പോൾ ഈ ഇൻട്രോ പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ ഉടനെ ചുരിദാറും എടുത്തിട്ടും എനിക്ക് ഓട്ടോ വരും. അപ്പോൾ എനിക്ക് ആരൻ്റെ സ്കൂളിൽ പോകണം. ആരൻ്റെ സ്കൂളിൽ ഇന്ന് 4 തൊട്ട് 6 വരെ പ്രോഗ്രാമാണ് ക്രിസ്മസിൻ്റെ. പേരൻസ് ചെയ്യലാണ്. ഒരു മ്യൂസിക് നൈറ്റ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു മോന് ഇത് കിട്ടിയില്ല, വിന്നറായില്ല ഒരു മോൻ. ആ മോൻ വരുന്നുണ്ട്, പാടുന്നുണ്ട്. നല്ല സൂപ്പർ പ്രോഗ്രാമാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തിട്ട്, കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഷോർട്സ് ആയിട്ട് നോക്കട്ടെ. അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് ഷോർട്സ് എങ്കിലും ഇടാമോ നോക്കാം കേട്ടോ. പിന്നെ ഇത് ഈ ഓരോ സാരിക്കും ഓരോ ഡ്രസ്സിനും ഒക്കെ ഓരോരോ കഥകളുണ്ട്. ഈ ഡ്രസ്സ് കഥയാണ്. 2019 നർമ്മദയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് അന്ന് പിന്നെ ലീവിന് വന്നപ്പം എനിക്കിതെടുത്ത് തന്നതാണ്. അപ്പം നർമ്മദയിൽ കുഞ്ഞിലേ മുതൽ എൻ്റെ ഉടുപ്പുകളൊക്കെ ഇങ്ങനെ നർമ്മദയിൽ നിന്ന് എടുക്കുന്നത്. അപ്പം അവർ വലിയ ടെക്സ്റ്റൈൽസ് തുടങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ അവിടെ തന്നെയാണ് പോകുന്നത്. അപ്പം അപ്പം അവരെ നല്ല പരിചയം ഓണറിനെയൊക്കെ. അപ്പം സാരി ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എല്ലാ വർഷവും വരുമ്പോൾ ഒരു സാരി എടുത്ത് തരും, പിന്നെ കുറേ ചുരിദാറൊക്കെ എടുത്ത് തരും. അപ്പം ഞാനിങ്ങനെ പിന്നെ സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡും ഉണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ട്. ഞങ്ങളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇതാ കുറേ ഇങ്ങനെ ലോഡ് വന്ന് ഇങ്ങനെ സാരി ഇങ്ങനെ സെക്ഷനിൽ കൊണ്ട് അടിക്കി വെക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അതൊക്കെ ഇപ്പം വന്നതാണോ, പിന്നെ അതെന്നെ എന്നെ കാണിക്കാനേ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വില കിട്ടില്ല, അത് ഇപ്പം വന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ വിലയൊക്കെ നിങ്ങൾ ഇട്ടു, എനിക്കിതാ അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇതാ ഈ സാരി ഞാൻ കുളിച്ച ഉടനെ ആയതുകൊണ്ട് മുടി വല്ലാതിരിക്കും. അപ്പോൾ ഈ ഇന്ന് തൊപ്പിയില്ല, ആരം കൊണ്ടുപോയി ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് എൻ്റെ തൊപ്പി. പിന്നെ അന്നേരം ഈ സാരി ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെ ഇഷ്ടം. അപ്പോൾ ഈ സാരി ഞാൻ എടുത്തപ്പോഴത്തേക്കിന് 1300 രൂപയെന്ന് അതേ കിടക്കുന്നു. ഇവർക്കൊട്ട് അത് മാറ്റാനും പറ്റിയില്ല, വില പറിക്കാനും പറ്റിയില്ല. എനിക്ക് പിന്നെ വേറെ വില കൂട്ടിയിട്ട് തരാനും പറ്റിയില്ല. എത്രയോ വില അവർക്ക് കൂട്ടിയിട്ട് വിൽക്കാവുന്നതാണ്. അപ്പം ഞാനത് കണ്ടു കഴിയുമ്പോൾ വില കൂട്ടിയിടുന്ന കാണുമ്പോൾ ആകെ വിഷയമാകത്തില്ലേ. എന്ത് അന്ന് എനിക്കറിയത്തില്ല. അവരെനിക്ക് ഈ വിലയ്ക്ക് എന്നാൽ ശരി വിലയിട്ടില്ലെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓണറെ കാണാൻ പോയി, എനിക്ക് ഇത് മതി എന്നൊക്കെ പറഞ്ഞ് എന്തായാലും 1300 രൂപയ്ക്ക് ഈ സാരി. നിങ്ങൾ പറയും ഈ സാരി 1300 രൂപയ്ക്ക് കിട്ടുമോ? ഇല്ല. ഇത് ആ സമയത്തെ ഒരു എല്ലാവർക്കും ഉള്ള ഒരു ടൈപ്പ്. അവരുടെ അന്ന് വന്നങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. കെട്ട് പൊട്ടിച്ചങ്ങ് ഇടുമ്പോഴാണ് എൻ്റെ ഭാഗ്യത്തിന് ഞാനിത് കാണുന്നത്. ഇതങ്ങ് എടുത്തു കേട്ടോ, 1300. പക്ഷെങ്കിൽ ഈ സാരി ഒരു കഥയുടെ സാരിയാണ്. ഈ സാരി ഞാൻ എടുത്തതിൻ്റെ പേര് പിന്നെ ഈ സാരിക്ക് ഒരുപാട് വിലയുള്ളതാണെന്നും പറഞ്ഞ് എന്നെ എല്ലാവരും കൂടെ ക്രോഷിച്ചു. ഒത്തിരി വിലയുള്ളതാ ജോമ, അത്രയും വിലയുടെ സാരി ഉടുത്തിരിക്കുന്നു. ഇതിനേതാണ്ട് 6500 എങ്ങാണ്ട് വില മതിക്കുന്നതാണ് ആയിരിക്കും, എനിക്കറിയത്തില്ല. അപ്പം ഞാനിത് 1300 എനിക്ക് കിട്ടി. ഞാൻ ഇതെടുത്തു. പിന്നെ ഒരു കല്യാണത്തിനായിരുന്നു. അതാരുടെ കല്യാണം എങ്ങനെയാണ് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇതെടുത്തതും ഇത് എടുത്തുകൊണ്ട് കല്യാണത്തിന് പോയി. എൻ്റെ കാലക്കേടിന് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ മുടി സ്മൂതനിങ് ചെയ്യുന്നത്
ആദ്യമായിട്ട് ഈ 2019 അങ്ങനെ മുടി സ്മൂത്തനിങ്ങും ചെയ്തു, ഈ സാരിയും ഉടുത്തു, ദാണ്ട ഞാൻ ഒരുങ്ങി വൃത്തിക്ക് പോയിരിക്കുന്നു. അപ്പം എന്നെ അങ്ങ് ക്രൂശിച്ചു. ആ കല്യാണത്തിന് എല്ലാവരോടെ കണ്ടു കഴിഞ്ഞിട്ട് ആ കല്യാണത്തിൻ്റെ അന്ന് മുതൽ രാത്രി മുതൽ എനിക്ക് ഫോൺ കോൾസ് ഒക്കെ വരാനും ഓരോരോ ന്യൂസ് ഓരോരുത്തരും എന്നെ വിളിച്ച് പറയാനും ഒക്കെ തുടങ്ങി. ഇങ്ങനെയൊക്കെ സംസാരമുണ്ടെന്നും കാര്യം ഒന്ന് ഓർത്ത് നോക്കണം. ഒരു പ്രവാസി അയാളുടെ ഭാര്യയ്ക്ക് കഷ്ടപ്പെട്ട് പിന്നെ 2 വർഷം കൂടുമ്പോൾ അവധിക്ക് വരുമ്പോൾ ഒരു സാരി എടുത്തു കൊടുക്കുക. 1300 രൂപയുടെ സാരി ഒരു പ്രവാസിക്ക് പറ്റും എടുത്തു കൊടുക്കാൻ. അല്ലെങ്കിൽ അയാൾ എടുത്തു കൊടുക്കും. കാരണം അങ്ങനെ ആ പ്രവാസിയുടെ ഭാര്യയും മക്കളെ അവർക്ക് വേണ്ടി പോയി ജീവിച്ച് അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് അവരുടെ ജീവിതം ത്യജിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തികളാ പ്രവാസികൾ. ഒരിക്കലും ഒരു പ്രവാസിയുടെ കണ്ണ് നിറയ്ക്കില്ല. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു പിള്ളേരുടെ കണ്ണ് നിറയരുത്. എൻ്റെ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ ഭർത്താവ്, പ്രവാസിയായ എൻ്റെ ഭർത്താവ് ഈ ഒരു സാരിയുടെ കാരണത്താൽ ആ 2019 മെയ് മാസം 10-ാം തീയതി മുതൽ കണ്ണുനീരൊഴുക്കിയത് ഇന്ന് വരെ ആ കണ്ണുനീര് മാറിയിട്ടില്ല. ഇന്ന് ഈ സാരി ഉടുത്തപ്പോൾ ഞാൻ കുടുകൂടാ കരഞ്ഞോണ്ട് എനിക്കിത് ഉടുക്കാൻ താല്പര്യമില്ല. ഞാൻ അന്ന് ഉടുത്തിട്ട് പിന്നെ ഒരു പ്രാവശ്യം കോവിഡ് ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് കൊല്ലത്ത് പോകാൻ വേണ്ടി, അടൂര് പോകാൻ വേണ്ടി ഈ സാരി രണ്ടാമതൊന്നും ഉടുത്തത്. കാരണം കോവിഡ് ഭയങ്കര കത്തി നിൽക്കുന്ന ടൈമിൽ പുറത്താർക്കും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് സാരി പുതിയത് വാങ്ങിക്കാനോ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിട്ട് ആ റീസെൻ്റ്ലി എടുത്ത സാരി ആയതുകൊണ്ട് 2019-20 തമ്മിൽ വലിയ വ്യത്യാസമില്ല. 5-6 മാസത്തിന് മുമ്പ് എടുത്ത ഒരു സാരി, ലേറ്റസ്റ്റ് എടുത്ത സാരിയായിട്ട് ഞാൻ ഇതങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു. അന്നും ഞാൻ കരഞ്ഞു. പക്ഷെ ഇന്നും ഞാൻ ഭയങ്കരമായിട്ട് ഇത് ഉടുത്തപ്പോൾ ഇത് കണ്ടാൽ ഞാൻ മാറ്റി അലമാരി അടുക്കി വെച്ചിരിക്കുക. ഇത് കണ്ടായില്ലേ ചങ്ക് പൊട്ടും. ബ്ലൗസ് കണ്ടോ ലൂസ്, ഞാൻ പിന്നൊക്കെ കുത്തി ടൈറ്റാക്കി വെച്ചിരിക്കുക. അന്ന് 2019 മെയ് മാസം 10-ാം തീയതി രാത്രിയിൽ ഫോൺ കോൾസ് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് പ്രഷറും ഷുഗറും, ഞാനൊരു ഒരു രോഗിയായി പോയെന്ന് പറയാം. അതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചു. സംസാരത്തിലും പ്രവൃത്തിയിലും ഞങ്ങളെ ഭയങ്കരമായിട്ട് അങ്ങ് ഒരു സാരി ഉടുത്തതിൻ്റെ പേരിൽ, ഒരു പ്രവാസിയുടെ ഭാര്യ ഒരു 1300 രൂപയുടെ സാരി ഉടുത്തതിൻ്റെ പേരിൽ 9, 5, 14 ഈ 5 വർഷമായിട്ട്, 5 വർഷം കഴിഞ്ഞു, ഇത് 6ാമത്തെ വർഷം. 2024 മെയ് ആയപ്പോൾ 5 വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം. ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അന്ന് ആ കല്യാണത്തിന് ഈ സാരി ഉടുത്തതിനും മുടി സ്മൂത്തനിങ് ചെയ്തതിനും ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിഹാസവും നിന്നെ എന്തിനേയും അതായത് പ്രവാസികൾ തന്നെയും പിന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരും ഈ ഞങ്ങളോട് ചെയ്ത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഒന്നും പറയുന്നില്ല, അന്ന് മുതൽ ഞങ്ങളങ്ങ് മടുത്തുപോയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ലോകത്ത് യേശു മാത്രം മതി, ഒരു മനുഷ്യനും വേറെ ഈ ലോകത്ത് വേണ്ട, പിന്നെ ഞങ്ങൾ 4 പേരും മതി എന്നൊരു ചിന്ത ഞങ്ങൾ കർശനമായിട്ട് എടുക്കാൻ പോയത്. അതുപോലെ ദ്രോഹിച്ചെന്ന് പറഞ്ഞാൽ വെച്ച കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല. പകൽ മുഴുവൻ കറങ്ങി ഇവിടെ പായ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വൈകിട്ടാകുമ്പം ഞങ്ങൾ 4 പേരൂടെ വിഷം ഇറക്കുന്ന പോലെ കഞ്ഞി ഇറക്കും. അതുപോലെ ദ്രോഹിച്ച്, അതുപോലെ എന്നാ കാരണമെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഈ സാരി ഉടുത്തേന് ഒന്ന് ഓർത്തു വയ്ക്കുക. ലോകത്ത് ഒരു മനുഷ്യനും ഇങ്ങനെ ആരോടും ചെയ്യരുത്. ഒരു മനുഷ്യനും എന്തിനിങ്ങനെ കുശുമ്പും ഒരുമാതിരി അസൂയയും എന്തിന്? ഇല്ലാത്തവരല്ല ദ്രോഹിച്ച്, ഉള്ളവർ ദ്രോഹിച്ച്. എന്നെ ജോമയ്ക്ക് ഒരു സാരി എടുക്കാൻ പറ്റില്ല, ആർക്കും പറ്റും. കുഞ്ഞുങ്ങളെ നമ്മൾ അധ്വാനിച്ച് ജീവിക്കുവാണെങ്കിലില്ലേ നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡിന് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് വൃത്തിക്കും മെനക്കും ഒക്കെ ജീവിക്കുക. അതിനൊന്നും ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വലിയ കോലക്കേറിയൊന്നും അല്ല ആകുന്നത്. നമ്മുടെ മാന്യതയ്ക്കനുസരിച്ച് നമ്മൾ ആ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഡ്രസ്സൊക്കെ ഇട്ട് വൃത്തിക്കുണ്ടല്ലോ. ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ലോ. പക്ഷെ ഇന്ന് ഉടുത്ത് കരഞ്ഞ് ഒത്തിരി നേരം എടുത്തതൊന്നും ഉടുക്കാൻ പറ്റുന്നില്ല. ഉടുത്തിട്ട് ശരിയാകുന്നില്ല. അങ്ങ് കരയുവരെ മറക്കാൻ പറ്റത്തില്ല. 2019 മെയ് 10-ാം തീയതി ഞങ്ങൾ മറക്കത്തില്ലത്. അന്ന് മുതൽ ഇന്ന് വരെ ക്ഷീണിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഞങ്ങൾ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കും. ആ ബ്ലൗസ് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, പിന്നെ എല്ലാം കുത്തി ടൈറ്റാക്കി ഇപ്പോൾ ഇതിട്ടിരിക്കുന്നത്. അന്ന് മുതലാണ് എനിക്ക് ഇങ്ങനെ മേലായികകൾ വരാൻ തുടങ്ങിയതും പിന്നെ ഞാൻ ഇതുപോലെ അങ്ങ് ക്ഷീണിച്ചോട്ടെ, അത് നല്ല കാര്യമാണ്. അതിന് നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ, ക്ഷീണിച്ചു നോക്കട്ടെ. പക്ഷെ ഇത്ര നമ്മളെ ദ്രോഹിച്ചിട്ടില്ല, നമ്മൾ അതുപോലെ അങ്ങ് ഇതായിപ്പോയത്. അതാണ് ഈ സാരിയുടെ ഒരു വലിയ കഥനകഥ. ഒരിക്കലും ആരെയും സങ്കടപ്പെടുത്തരുത്. കർത്താവ് വെറുതെ എടുത്തില്ല അങ്ങനെയുള്ളവരെയൊക്കെ. ചുമ്മാ കാരണമില്ലാതെ, കാരണം ഉണ്ടെങ്കിൽ പോലും ആരെ അങ്ങനെ കണ്ണുനീര് മറ്റുള്ളവരെ നമ്മൾ വീഴിക്കരുത്. ഭയങ്കര ശാപം അത്. ഞാനിങ്ങനെ പറയാതിരുന്നാൽ ശരിയാകത്തുമില്ല.
മാനസാന്തരം അവർക്ക് കൊടുക്കാനേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. നമ്മളാരെ ശപിക്കുകയോ രാഗോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ദൈവത്തോട് കരഞ്ഞ് മാനസാന്തരം കൊടുക്കണേ എന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. അന്നാണ് ആദ്യമായിട്ട് എൻ്റെ ഹസ്ബൻഡ് സിറ്റിയിലിരുന്ന സന്ധ്യപ്രാർത്ഥനയുടെ സമയത്ത് എന്നെ ഒത്തിരി പാട്ടുകൾ എൻ്റെ ഹസ്ബൻഡ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അന്ന് സന്ധ്യപ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എടുത്തു പാടിയൊരു പാട്ടാണ്. മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ വേദനറ്റു പതിച്ചിടുമ്പോൾ മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ വേദനയറ്റു പതിച്ചിടുമ്പോൾ പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണേക്കും ക്രൂശിൻ സ്നേഹം പെറ്റമ്മ പോലെ കൈകൾ പിടിച്ചു മാറോടണേക്കും ക്രൂശിൻ സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാലും ആർക്കു വർണ്ണിക്കാം ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരേത്തും സ്നേഹകരം ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരേത്തും സ്നേഹകരം. ദ്രോഹിച്ച് ഞങ്ങളെ 6 മാസം ഞങ്ങൾ ഹസ്ബൻഡ് വീട്ടിൽ ഇവിടെ ഇരിക്കേണ്ടി വന്നു. തിരിച്ച് പോകാനൊന്നും പറ്റാതെ 6 മാസം ഇരിക്കേണ്ടി വന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് എവിടുന്ന് ഒറ്റ വരുമാനമുള്ളതല്ലേ, ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ആകെ പാടെ ഞങ്ങളങ്ങ് വലഞ്ഞ് ഭയങ്കര പ്രശ്നം. അറിയാമല്ലോ, ലോണുണ്ട്, കുഞ്ഞുങ്ങളുടെ ഫീസ് പിന്നെ വല്ലതും ഭയങ്കര പ്രശ്നത്തിലായി. ഞങ്ങൾ തകർന്ന് പായെന്നെഴുന്നേക്കത്ത് പ്രാർത്ഥിച്ച് അന്ന് എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് പാടിയ പാട്ടാണ് സന്ധ്യപ്രാർത്ഥനയ്ക്ക്. ഇത് അന്ന് മുതൽ ഞാനിത് പഠിച്ചത് കേട്ടത്. ഹസ്ബൻഡ് എന്നെ ഒത്തിരി പാട്ട് പഠിപ്പിച്ചുള്ള മർത്തോമക്കാരനായതുകൊണ്ട് ഒത്തിരി പാട്ടറിയാം. അങ്ങനെ അതൊക്കെ പാടി ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾക്കും തരണം ചെയ്തു പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 4 പേരും പ്രാർത്ഥിച്ച് കരഞ്ഞ ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞിട്ടില്ലേ. ഇങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ ഒരു സെക്കൻഡ്, അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഈ രക്ഷയില്ലാതെ വന്നപ്പോണ്ടല്ലോ ആകെ ഈ 2 ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു പഴയ ഈ വീട് ഇത് വിൽക്കാൻ അങ്ങ് ഇട്ടു. വിൽക്കാൻ എല്ലാവരോടും പറഞ്ഞു, ബ്രോക്കർമാരോടെല്ലാം പറഞ്ഞു. ഞങ്ങൾ വിൽക്കാൻ വേണ്ടി പിന്നെ വീട് ഇട്ടു, എല്ലാവരോടും പറഞ്ഞു. ഒത്തിരി പേര് വന്നു. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് അങ്ങോട്ട് വില അങ്ങോട്ട് തരുന്നില്ല. നമുക്ക് ആകെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കടവും വീട്ടിയിട്ട് പിന്നെ ഒരു കുഞ്ഞു വീടും കൂടെ വാങ്ങിക്കാനുള്ളത് വേണ്ടേ. അങ്ങനെ ഞങ്ങൾ വീട് വരെ വിൽക്കാൻ തീരുമാനിച്ചു. സഭയെ പാസ്റ്ററോട് പറഞ്ഞു. അതെനിക്ക് ആ പാസ്റ്ററുടെ പേര് പറയാതിരിക്കാൻ പറ്റത്തില്ലാണ്. പാസ്റ്റർ VP ഫിലിപ്പ്. പാസ്റ്റർ VP ഫിലിപ്പിനെ മരണം വരെ മറക്കത്തില്ല. അദ്ദേഹം ഞങ്ങളുടെ തലയെ കൈവച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ തലയെ കൈവച്ച് 2 പേരെയും കൂടെ തലയെ കൈവച്ച് ഞങ്ങളുടെ പിള്ളേരെയും കൂടെ നിർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരോടും പാസ്റ്റർമാർ ഒത്തിരി പേര് വന്നായിരുന്നു. അവരോടൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വിഷയമൊന്നും ആരോടും പറഞ്ഞില്ല. പക്ഷെ ആ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ദിവസം വേറൊരു പാസ്റ്റർ ഞങ്ങളോട് പറയാം, VP ഫിലിപ്പ് പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലെന്ന്. അതുപോലൊരു പാസ്റ്റർ കേട്ടോ. ഞങ്ങൾക്ക് മരിച്ചാൽ മറക്കത്തില്ല. ഞങ്ങള് ആ പാസ്റ്ററുടെ കണ്ണുനീരും പ്രാർത്ഥനയും. ഈ വീട് വിൽക്കാതെ ഞങ്ങളെ രക്ഷപ്പെടുത്തി ദൈവം. ഈ വീട് വിൽക്കാതെ ദൈവം ഞങ്ങൾക്കൊരു വഴി തുറന്നു തന്നു. അത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. പറയില്ല, നന്ദിയേട്ടാ. ഇപ്പോഴും പാസ്റ്റർ ഇങ്ങനെ വചനമൊക്കെ അയച്ചു തരുന്നുണ്ട്. ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ട്രിവാൻഡ്രം പോയി ഇപ്പോഴും ആ ഒരു പാസ്റ്ററുമായിട്ട് മാത്രം. സഭയിൽ നിന്ന് ഒരു പാസ്റ്റർ പോയാൽ പിന്നെ അവരുമായിട്ട് നമുക്ക് ബന്ധം പാടില്ല എന്ന റോള് അത് ഇതുവരെയും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അനുസരണക്കേടുകളൊന്നും കാണിക്കത്തില്ല. പക്ഷെങ്കിൽ ഈ പാസ്റ്റർ ഞങ്ങൾ അങ്ങോട്ടൊന്നും വിളിക്കത്തില്ല. ആ പാസ്റ്റർ എല്ലാവർക്കും ഇവിടുത്തെ സഭയിലെ എല്ലാവർക്കും ഒരു കുഞ്ഞു വചനം മെസ്സേജ് ആഴ്ചയിൽ 1 ആണെന്ന് തോന്നുന്നു ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഞങ്ങൾക്കും അത് കിട്ടുന്നുണ്ട്. ഒരു നെഹമ്യാവിൻ്റെ ഒരു വേർഡ് അത്രയേ ഉള്ളൂ, ഒരു വാക്യം അയച്ചു തരും. അത് നമുക്ക് അനുഗ്രഹമാണ്. മാസ്റ്റർ കലയിൽ നെഹമ്യാവിൻ്റെ പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾക്ക് വിടുതല, നല്ല അനുഗ്രഹം. എന്നിട്ട് അങ്ങനെ ആ പാസ്റ്ററെ ഞങ്ങൾ മറക്കത്തില്ല. പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ അത്രയ്ക്ക് സഭയ്ക്ക് വേണ്ടപ്പെട്ടവരും വിശ്വസ്തരുമായിരുന്നു. പക്ഷെ ഞങ്ങളെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചപ്പോൾ പാസ്റ്റർക്ക് അങ്ങ് സഹിക്കാൻ വയ്യ. പാസ്റ്റർ ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളെ ദൈവം വെടിവെച്ചു. അതാ, പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്, ദ്രോഹിക്കുന്നവരും ഉണ്ട്. ഈ പ്രാർത്ഥനാക്കാരില്ലേ, ദ്രോഹിക്കുന്നവരോ ഒരു കാര്യം ചിന്തിക്കണം. ദൈവമക്കളെ ദ്രോഹിക്കുമ്പോൾ യേശുവിനെ ദ്രോഹിക്കുന്നത്. യേശുവിനെ ദ്രോഹിച്ചാൽ യേശു അടങ്ങിയിരിക്കുമോ? യേശുവിനെ ദ്രോഹിച്ചാൽ യേശുവിന് കുഴപ്പമില്ല. പക്ഷെ യേശുവിൻ്റെ മക്കളെ, പ്രിയ മക്കളെ ദ്രോഹിച്ചാൽ ഒന്ന് ഞോണ്ടിക്കഴിഞ്ഞാൽ കുടുംബം കൊളാവും. എനിക്കത്രേ പറയാനുള്ളൂ. ചുമ്മാതെ അങ്ങനെ ഈ കർത്താവ് പിന്നെ കുറ്റം ചെയ്ത ഒരു സ്ത്രീ വന്നപ്പം കല്ലെറിഞ്ഞെല്ലാവരും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും കുറ്റം ചെയ്യാതുണ്ടെങ്കിൽ അവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കല്ല് താഴെ ഇട്ടിട്ട് നാണിച്ചു പോയി. അതാണ് ഈ ലോകത്ത് യേശു ഒഴിച്ച് എല്ലാവരും കുറ്റം ചെയ്തിട്ടുള്ള പാപികളാണ്, ഇപ്പോഴും ചെയ്യുന്നവരുമാണ്. അപ്പം ആർക്കും ആരെ വിധിക്കാനോ ചുമ്മാ ഇങ്ങനെ പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നും പറ്റത്തില്ല. ദൈവം ശിക്ഷിക്കും. അതാ. അപ്പം ഞങ്ങളും ഒന്നും 100% പെർഫെക്റ്റ് അല്ല. പക്ഷേ ഇങ്ങനെ ആരെ ദ്രോഹിക്കത്തൊന്നുമില്ല. ഇങ്ങനെ ഒന്നും ഞങ്ങൾ ദ്രോഹിക്കത്തില്ല. നമ്മൾ വല്ല നിസ്സാരം എന്തെങ്കിലും നിസ്സാരം വല്ലതും അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ ദ്രോഹം ഞാൻ പറഞ്ഞല്ലോ 2019 മുതൽ ഇപ്പോഴും ഞങ്ങളെ ഇതിൻ്റെ പേരിൽ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക, ഇതിൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു പോയത് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് ഒന്ന് പറഞ്ഞേക്കണം. കാരണം എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു, ആരും ഇനി അങ്ങനെ ആരും ചെയ്യരുത്, അതിന് വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. വീഡിയോയിലേക്ക് പോകാം. അത് ആ സ്നാക്ക് നിങ്ങളും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്നൊന്നും ഉണ്ടാക്കിയതാട്ടോ. ഇന്നത്തെ ഡിഷ് വട്ടയപ്പമായിരുന്നേ, മറന്നുപോയി വീഡിയോ പിടിക്കാൻ. ഭയങ്കര തലയ്ക്ക് പെരുത്ത് നിൽക്കുമായിരുന്നു തിരക്ക് കാരണം. പക്ഷേ വീഡിയോയുടെ കാര്യേ ഓർത്തില്ല. എന്ത് ചെയ്യാനാ. ഇത് എന്നെ ചെയ്തതെന്നറിയാവും. 4 മണിക്കൂർ കുതിർത്ത് പച്ചരി 1 കപ്പ്, അതും 4 മണിക്കൂർ കുതിർത്ത പച്ചരി 1 കപ്പ്, 1 കപ്പ് തേങ്ങ, വട്ടയപ്പത്തിനായതുകൊണ്ട് 1 കപ്പ് എടുത്ത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 നുള്ളി ഈസ്റ്റ്, 3 ടീസ്പൂൺ പഞ്ചസാര, കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, കാലൊന്നും വേണ്ട, ശകല ഉപ്പ്, പിന്നെ 2 ഏലക്ക, ഒരു ചെറിയ തവി ചോറ്, അതായത് 1/4 കപ്പ് ചോറ്. ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് പൊങ്ങുമല്ലോ, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പച്ചെമ്പിൻ്റെ തട്ടയിൽ പാത്രത്തിലൊഴിച്ച് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.